നമ്മുടെ സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ നടക്കുന്നത് ആദ്യമല്ല. RSSന്റെ പരിശീലനം കിട്ടിയ കാബാലികർ പള്ളിക്കകത്ത് കടന്നു ചെന്ന് അദ്ദേഹത്തെ ക്രൂരമായി കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. പോലീസ് പറഞ്ഞ പ്രതികളെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനും തയ്യാറാകണമെന്ന്. എന്ത് ധൈര്യത്തിലാണ് ഇനി കേരളത്തിന്റെ പള്ളിക്കകത്ത് ഇമാമുമാർക്ക് കടക്കാൻ പറ്റുക എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. ഞങ്ങൾ വിശദീകരിപ്പിച്ചിരിക്കും തീർച്ചയാണ്. നമസ്കാരം. ഉസ്താദ് റിയാസ് മൗലവി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോടതിയിൽ പ്രോസിക്യൂഷന് ഏതെങ്കിലും രീതിയിലുള്ള പാകപ്പിഴകൾ സംഭവിച്ചോ? കേരളത്തിലെ പണ്ഡിത സമൂഹം മറുനാടനോട് പ്രതികരിക്കുകയാണ്. പ്രതിഷേധമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ നടക്കുന്നത് ആദ്യമല്ല. മുമ്പൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. റിയാസ് മൗലവി എന്ന് പറയുന്ന നിരപരാധിയായൊരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം പള്ളിക്കകത്ത് ശാന്തമായി കിടന്നുറങ്ങുമ്പോൾ, അപ്പോൾ പള്ളികൾ സമാധാനത്തിൻ്റെ ഗേഹങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ശാന്തമായി കിടന്നുറങ്ങുമ്പോൾ RSSന്റെ പരിശീലനം കിട്ടിയ കാബാലികർ പള്ളിക്കകത്ത് കടന്നു ചെന്ന് അദ്ദേഹത്തെ ക്രൂരമായി കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഇതിലാർക്കും സംശയമില്ല. അപ്പം അങ്ങനെ ഒരു കൊലപാതകം നടന്നുവെന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഇരിക്കുമ്പോൾ ആ കേസിലെ പ്രതികൾ ആരാണ്? അവർ 3 പേരാണ് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, ഇവിടുത്തെ പോലീസാണ് പറഞ്ഞത്. ആ പോലീസ് പറഞ്ഞ പ്രതികളെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ജഡ്ജി പറയുന്നു, ഈ വിഷയത്തിൽ കൊണ്ടുവന്ന തെളിവുകൾ പ്രതികളെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ല. അപ്പോൾ തെളിവ് കൊടുക്കേണ്ട ജനങ്ങളല്ലോ, പ്രോസിക്യൂഷനല്ലേ. അപ്പോൾ പ്രോസിക്യൂഷൻ ഉത്തരവാദിത്വപരമായി പെരുമാറിയില്ല എന്ന് ജഡ്ജിയും, എന്നാൽ ചോര പുരണ്ട വസ്ത്രം ഉൾപ്പെടെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, അത് കോടതി അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ പറയുന്ന സാഹചര്യമാണുള്ളത്. ഫലത്തിൽ ആ നിരപരാധിയായ പണ്ഡിതന് നീതി കിട്ടിയില്ല. ആ നീതി നിഷേധത്തിനെതിരായ പണ്ഡിതന്മാരുടെ തന്നെ, അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ തന്നെ പെട്ട ആളുകളുടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാസ് മൗലവിക്ക് ഇനിയെങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ കോടതികളിലും സർക്കാർ ഒരു പുനരന്വേഷണം നടത്തി അതുപോലെ തന്നെ കോടതിയിൽ കൃത്യമായ തെളിവുകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ഡിവിഷൻ ബെഞ്ചുകളും അതുപോലെ മേൽക്കോടതികളും ഈ വിഷയത്തിൽ കൃത്യമായ സമീപനം സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് നമ്മളുടെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ് ഈ കേസിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ ഞങ്ങൾ വരില്ല. അവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനും തയ്യാറാകണമെന്ന് ഈ ധർണയിൽ പങ്കെടുത്ത ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 1984 ഒക്ടോബർ മാസം 27-ാം തീയതി പാതിരാത്രിയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം തേവലക്കരയ്ക്കടുത്ത് ബഹുമാന്യനായ അലവിക്കുഞ്ഞു മൗലവി അവരുടെ ക്രൂരമായി കൊന്നുകൊണ്ട് ഒരു പണ്ഡിതനെ കൊലവിളിക്കുകയായിരുന്നു RSS ചെയ്തത്. കാട്ടൂർ അലിമുസ്ലിയാരെ പള്ളിക്കകത്താണ് കയറി, മദ്രസാധ്യാപകനെ പള്ളിക്കകത്താണ് കയറി ക്രൂരമായി കൊന്നത്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോ 5 കിലോമീറ്ററോ അപ്പുറത്തുള്ള കേശവദാസപുരം പള്ളിക്കകത്ത് കയറി RSSകാർ ആ പള്ളിയിലെ അസിസ്റ്റന്റ് ഇമാമിനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയും ഒരുപാട് ആക്രമങ്ങൾ പള്ളിക്കകത്ത് നടത്തുകയും ചെയ്തു. നമ്മുടെ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇരിക്കുന്ന സദസ്സിന്റെ ഒരു വികാരമുണ്ട്. ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും ഒക്കെ അറിയണം, ഞങ്ങളെല്ലാം പള്ളിക്കകത്ത് കിടക്കുന്ന ആൾക്കാരാ. എന്ത് ധൈര്യത്തിലാണ് ഇനി കേരളത്തിന്റെ പള്ളിക്കകത്ത് ഇമാമുമാർക്ക് കടക്കാൻ പറ്റുക എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. ഞങ്ങൾ വിശദീകരിപ്പിച്ചിരിക്കും തീർച്ചയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പള്ളിക്കകത്ത് വരുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും അവരോട് ദൈവഭക്തിയോടുകൂടി ജീവിക്കണം, എല്ലാവരും സമാധാനത്തിന് വക്താക്കളാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, ഈ ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാർ ഒരു സമയത്തും നമ്മുടെ രാജ്യത്ത് ഒരു അക്രമം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരായ സമര പോരാട്ടത്തിന്റെ വീഥിയിൽ ജീവാർപ്പണം നടത്തിക്കൊണ്ട് ധീരമായി നിലനിന്ന ഒരുപാട് മഹാപണ്ഡിതന്മാരുടെ ചരിത്രം വികാരോജ്വലമായി നമുക്ക് പറയാനുണ്ട്.
അത്തരമൊരു പണ്ഡിത സമൂഹത്തിന്റെ പിന്മുറക്കാരെ, മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പിന്മുറക്കാരെ, ഉമർ ഖാദിയുടെ പിന്മുറക്കാരെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്മുറക്കാരെ പള്ളിക്കകത്ത് കടന്നു കയറി ക്രൂരമായി കഴുത്തറുത്തു കൊന്നാൽ അവർക്ക് ഇവിടെ സ്വച്ഛന്തമായി ജീവിക്കാൻ അവസരമുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ വിധിയിലൂടെ കോടതികളിൽ നിന്ന്, കോടതികൾ നമ്മൾ കുറ്റം പറയല്ല, അത് കോടതി അലക്ഷ്യമാവില്ലായിരുന്നുവെങ്കിൽ, കോടതികളെ കുറ്റം പറയുന്നത് നിയമപരമായി കോടതി അലക്ഷ്യമാവില്ലായിരുന്നെങ്കിൽ നമുക്ക് പലതും പറയാനുണ്ട്. പക്ഷെ പറയില്ല. കാരണം രാജ്യത്തെ എല്ലാമായ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലയെ അപമാനിക്കുന്ന രീതി ഞങ്ങൾക്കില്ല, പണ്ഡിതന്മാർ ചെയ്യില്ല. പക്ഷേ കോടതി പറയുന്നു പ്രോസിക്യൂഷൻ കുറ്റവാളികൾക്കെതിരെ തെളിവ് നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന്. പ്രോസിക്യൂഷൻ പറയുന്നു രക്തക്കറ പുരണ്ട തുണി ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തതാണ്, പക്ഷേ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്, അംഗീകരിച്ചിട്ടില്ല എന്ന്. ആരെന്തു പറഞ്ഞാലും ഫലത്തിൽ ഒരു നിരപരാധിയായ മുസ്ലിം പണ്ഡിതനെ കഴുത്തറുത്തു കൊന്ന ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു. അവർ ഇവിടുന്ന് ഉന്നതമായ അവസ്ഥയിലേക്കും അവർ നിരപരാധികളായിരിക്കുന്നു. മറുവശത്ത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഷാൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്ന ആളുകൾ ഇന്നുവരെ വിചാരണ ചെയ്യപ്പെട്ടില്ല, കുറ്റപത്രം പോലും നൽകപ്പെട്ടില്ല. മറുവശത്ത് സംഘപരിവാറിന്റെ പ്രവർത്തകനായ ആലപ്പുഴയിലുള്ള ഒരു മനുഷ്യൻ അഡ്വക്കറ്റിനെ വകവരുത്തുന്ന ഒരു സാഹചര്യം അവിടെ എങ്ങനെ ഉണ്ടായപ്പോൾ ആ കേസിലെ 15 പ്രതികളെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ച ഒരു നീതി സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത്. ഞങ്ങളിത് വളരെ അതിശയോക്തികരമായി അങ്ങോട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ വികാരം കൊള്ളിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇരട്ട നീതി നടന്നാൽ RSSകാരാണ് അബ്ദുൽ നാസർ മഅദനിയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന് നേരെ ബോംബെറിഞ്ഞത്. RSSകാര് പള്ളി പൊളിച്ചത്, ബാബരി മസ്ജിദ് പൊളിച്ചത് RSSകാരാണ്. ഈ നിലക്ക് പരിശുദ്ധമായ പള്ളികളെയും പണ്ഡിതന്മാരെയും ക്രൂരമായി ആക്രമിക്കുകയും അപമാനിക്കുകയും വകവരുത്തുകയും ചെയ്ത ആളുകൾ നമ്മുടെ രാജ്യത്ത് നിവർന്നു നടക്കാനുള്ള സാഹചര്യം പിണറായി വിജയൻ ഉണ്ടാക്കിയാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നത്, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞങ്ങൾ ധൈര്യമായി പറയുന്നത്, റിയാസ് മൗലവിയെ കൊന്നവരെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ ഭരണകൂടത്തെ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശിക്ഷിക്കും, നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യമാണ് ഈ സമയത്ത് ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ പറയുന്നത്. നമ്മിൽപ്പെട്ട ഒരു പണ്ഡിതനെ കൊന്നിട്ട് വധിച്ചിട്ട്, കാബാലികർ വധിച്ചിട്ട് നേരാംവണ്ണം അതിന് രേഖകൾ കുറേയൊക്കെ ഹാജരാക്കി എന്ന് പത്രത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയിട്ടും വിധി വന്നപ്പോൾ എന്തൊരാശ്ചര്യം. വർഗീയതയോ അല്ലെങ്കിൽ മറ്റു ഇതോ പറയുകയല്ല. അടുത്ത കാലങ്ങളിൽ ഇവിടെ നടന്ന വിധികൾ പരിശോധിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരായ എല്ലാവർക്കും അറിയാം, സത്യം മനസ്സിലാക്കുന്നവർക്കറിയാം, മുസ്ലിങ്ങൾക്ക് എതിരായ മുഴുവൻ വിധികളും ഒരു ദിശയിലും, അതേസമയം മുസ്ലിങ്ങൾ പ്രതികളാകുന്ന അതിലുള്ള ശിക്ഷ അത് വേറെ രീതിയിലും വരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇവിടെ പറയപ്പെട്ടതുപോലെ ആലപ്പുഴയിൽ മുഹമ്മദ് ഷാൻ എന്നൊരു സഹോദരൻ കൊല്ലപ്പെട്ടു. അതിനിടയിൽ ഉണ്ടായ മറ്റൊരാക്രമണത്തിൽ വേറെ ഒരു സംഘപരിവാർ പ്രവർത്തകനും കൊല്ലപ്പെട്ടു. എന്നാൽ ഷാന്റെ കേസ് എന്തായി എന്ന മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. നേരെ മറിച്ച് അതിന് പിന്നീടുണ്ടായ കൊലപാതകത്തിലെ പ്രതികളായ മുഴുവൻ പേരെയും, കേരള ചരിത്രമല്ല ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഴുവൻ പേരെയും, കണ്ടു നിന്നവരെയും പോയവരെയും എന്ന് വേണ്ട അതിൽ നടന്നുപോയവരെ മൊത്തവും കൊലയ്ക്ക് വിധിച്ച് ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തുകൊണ്ട് റിയാസ് മൗലവിയെ പോലുള്ളവരുടെ കാര്യത്തിൽ ഇതുപോലുള്ള വിധികൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ സംശയം വരുന്നെങ്കിൽ അതിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേരള സർക്കാരിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, പ്രോസിക്യൂഷന്റെ ഭാഗം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് വീണ്ടും നല്ല രീതിയിൽ നടത്തി അപ്പീൽ നടത്തിക്കൊണ്ട് ബഹുമാന്യനായ ഷഹീദ് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാകാനുള്ള മുഴുവൻ നടപടികളും സ്വീകരിക്കണം. ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറയപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രത്യേക താല്പര്യങ്ങൾ ഒന്നും തന്നെയില്ല. പള്ളിയിലെ ഇമാമിങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുകളിലും പള്ളികളിലും ഇരുന്ന് സൃഷ്ടാവായ നാഥനെ ആരാധിച്ച് ആ നിലയിൽ കഴിയേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ റമളാനിൽ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ
ഇത്തരത്തിൽ ഒരു ധർണ എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. വിശാലമായ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാരി വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. വേറെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ ചെയ്തു കൊടുക്കുന്ന ദുആയാണ്. എന്താ ഞാൻ പറയാനുണ്ടായ കാരണം, പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന എലിയാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ അതിക്രൂരമായി, അയാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്നില്ല, ഏതെങ്കിലും ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹം മദ്രസയിൽ വരുന്ന കുഞ്ഞു മക്കളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി ജീവിച്ചു പോകുന്ന അധ്യാപകനെ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിൽ കയറി അതിദാരുണമായി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ പണ്ഡിതന്മാരാരും ഇവിടെ തെരുവിലിറങ്ങി പ്രശ്നമുണ്ടാക്കാൻ തയ്യാറായില്ല. നീണ്ട 7 വർഷക്കാലം ക്ഷമയോടെ ഇന്ത്യയുടെ, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നീതിപാലകരോട്, ഭരണവ്യവസ്ഥിതിയോട്, നീതിപീഠങ്ങളോടുള്ള ആത്മാർത്ഥമായ വിശ്വാസവും താല്പര്യവും കൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. പക്ഷേ 7 കൊല്ലങ്ങൾക്കിപ്പുറം എല്ലാവിധ സാക്ഷി തെളിവുകൾ സംഭരിച്ച് കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും ആ വിധിക്ക്, ആ തെളിവുകൾ അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട കോടതി 3 പ്രതികളെയും വെറുതെ വിട്ട ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ തിരുവനന്തപുരത്തുള്ള ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് ഇത്തരുണത്തിൽ ഒരു സെക്രട്ടറി ധർണയിലേക്ക് എത്തപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരോട്, ഈ രാജ്യത്ത് സമാധാനം പുലർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നീതി പാലകരോട്, പോലീസ് വിഭാഗത്തോട്, അതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ടുന്ന ഞങ്ങളുടെ കോടതികളോട് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നരകമോചനം തരണമേ എന്നും സ്വർഗീയ പ്രവേശനം ലഭിക്കണമേ എന്നും സൃഷ്ടിനാഥനോട് പ്രാർത്ഥിക്കുന്ന ദിനരാത്രങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആബിദ് അടിവാരം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു റിയാസ് മൗലവിയെയോ, അല്ലെങ്കിൽ ഒരു അലവിക്കുഞ്ഞു മൗലവിയോ, അല്ലെങ്കിൽ ഒരു മഅദനി ഉസ്താദിനെയോ ബോംബെറിഞ്ഞത് കൊണ്ടോ വെട്ടിക്കൊലപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ഞങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സുഖത്തോടെ കാലാകാലം വാഴാം എന്നല്ല. ഞങ്ങൾ നാളെ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിന്റെ നശീകരണത്തിന് ശേഷം ഒരു ദീർഘമായ അനന്തമായ ആഖിറത്തിലെ ജീവിതം കൊതിക്കുന്ന ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങളെ വെട്ടിക്കൊന്നാൽ, ഞങ്ങളെ കഴുത്തറുത്ത് കൊന്നാൽ ഞങ്ങൾക്ക് ദുനിയാവും കിട്ടി, പ്രപഞ്ചവും കിട്ടി, നാളത്തെ ആഖിറവും ഞങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരണത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ ഇവിടെ നഷ്ടമുണ്ടാകുന്നത് ഇന്ത്യ രാജ്യത്തിനാണ്.